പുതുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുടജാദ്രി അതുപോലെ തന്നെ മൂകാംബിക ഒക്കെ പോകുന്നൊരു ചെറിയൊരു ട്രിപ്പാണ്. എന്താ പറയുക, കൂടുതലൊന്നും പറഞ്ഞു വലിപ്പിക്കുന്നില്ല. നമ്മൾ പോയി വന്നിരിക്കുകയാണ്. നിലവിൽ കോഴിക്കോട് സ്റ്റാൻഡിലാണുള്ളത്. അപ്പോൾ ആ ഒരു കുടജാദ്രി അതുപോലെ മൂകാംബിക ഒക്കെ എങ്ങനെ പോകാം, എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി പോകാമെന്ന് നോക്കാം. നേരെ പോകാം വീഡിയോയിലേക്ക്. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്ര ആരംഭിക്കുന്നത് കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നാണ്. നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ എത്തി. നമ്മൾ പോകുന്നത് ഈ ഒരു റൂട്ടാണ്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മംഗലാപുരം വഴി നേരെ മൂകാംബിക. രാത്രി 11 മണിയോടുകൂടിയാണ് കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. പാലക്കാട് നിന്ന് വരുന്ന മിന്നൽ സർവീസിലായിരുന്നു യാത്ര. 629 രൂപയായിരുന്നു കോഴിക്കോട് നിന്നും മൂകാംബിക വരെയുള്ള ടിക്കറ്റ് ചാർജായി വന്നിട്ടുണ്ടായിരുന്നത്. ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ കൃത്യസമയത്ത് മൂകാംബികയിൽ എത്തിച്ചേർന്നു. രാവിലെ 7:15 തന്നെ മൂകാംബിക ക്ഷേത്രത്തിനടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. ഈ ബസ്സിലാണ് ഞങ്ങൾ വന്നത്. രാത്രിയും ഈ ബസ്സിൽ തന്നെയാണ് മടക്കം. അങ്ങനെ നേരെ പോയി ശ്രീഗണേശ് ഹോട്ടലിൽ നിന്നും നല്ലൊരു ചായ പാസാക്കി. അടുത്ത ലക്ഷ്യം റൂമാണ്. അങ്ങനെ നന്നായി വിലപേശി ഇതാ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഗേറ്റ്. അതിൻ്റെ തൊട്ട് തന്നെ നമ്മളൊരു റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. 400 രൂപയാണ് റൂം റെൻറ്റ് വന്നത്. വലിയ തരക്കേടില്ലാത്ത ഒരു റൂം തന്നെ നമ്മൾ വിലപേശി എടുത്തു. നന്നായി വിലപേശിക്കോട്ടെ, എന്നാലേ മുതലാവുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ കയറുന്നില്ല. ആദ്യം നമ്മൾ നേരെ വിടുന്നത് കുടജാദ്രിക്കാണ്. കാരണം രാവിലെ അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പോയി കുടജാദ്രിയൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത ആ ഒരു ഓഫ് റോഡ് ട്രക്കിങ് കിഡു സാധനം കേട്ടോ. പൈസ മുതലാവും. അപ്പോൾ ഈ ഒരു ഓഫ് റോഡ്, അതായത് ജീപ്പ് സവാരിക്ക് വരുന്നത് 470 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അങ്ങനെ നമ്മൾ നല്ല രസമുള്ള ഒരു ഓഫ് റോഡിങ്ങൊക്കെ കണ്ട് നേരെ മുകളിൽ പോയി കുടജാദ്രി വിശേഷങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നിട്ടാണ് അമ്പലത്തിൽ പോകാനുള്ള പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രാ വിശേഷങ്ങൾ നിങ്ങളൊന്ന് കണ്ട് തന്നെ മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ ഈ ഒരു കുടജാദ്രി എന്ന് പറയുന്ന ഈ ഒരു മലകളുടെ താഴ്വാരത്തെ എത്തിയിരിക്കുകയാണ്. ഇതുവരെയാണ് നമ്മുടെ ജീപ്പ് എത്തുള്ളൂ. ഇനി നമ്മൾ ട്രക്ക് ചെയ്ത് തന്നെ പോകണം. അത്യാവശ്യം എന്താ പറയുക, കുറച്ച് ഓഫ് റോഡ് നിറഞ്ഞ ട്രക്കിങ് തന്നെയാണ്. പക്ഷെ എന്താ പറയുക, പ്രായമുള്ളവരും കുട്ടികളും ഒക്കെ നമുക്കിതിൻ്റെ മുകളിൽ കയറുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താ പറയുക, പലർക്കും അതൊരു വേറെ ഫീൽ തന്നെയാണ്. അതായത് ശങ്കരാചാര്യരുടെ ആ ഒരു എന്താ പറയുക, തപസ് ചെയ്ത ആ ഒരു സ്ഥലം കാണാനായിട്ടാണല്ലോ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ മുകളിൽ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി അവിടെ എത്തി. ആ കാണുന്ന ആ ഒരു ടെമ്പിൾ മാത്രമാണ് നമുക്കവിടെ കാണാനുള്ളൂ. അവിടെയാണ് ശങ്കരാചാര്യർ തപസ് ചെയ്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയൊക്കെ നമുക്ക് ആ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ സാധിക്കും. എന്താ പറയുക, അതിൻ്റെ മുകളിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെയാണ്. അത്യാവശ്യം കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു വേറെ ഫീൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ പുറത്തിറങ്ങി. അവിടെ ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു നിൽക്കുമ്പോൾ പുറത്ത് എത്ര വെയിലുണ്ടെങ്കിലും അതൊരു എന്താ പറയുക, ആ ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് വളരെ തണുപ്പാണ്. തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, കാണാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അർജു നമ്മളെ രൂപത്തിൽ കൈയൊക്കെ പിടിച്ച് ഇറക്കി സെറ്റാക്കി. അങ്ങനെ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. എന്താ പറയുക, വളരെ കിടു എന്താ പറയുക, ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു ജീപ്പ് സഫാരിയിൽ നിന്ന് കിട്ടിയത്. ഒരു വട്ടമെങ്കിലും നിങ്ങളൊക്കെ വരണമെന്നേ ഞാൻ വീണ്ടും പറയുള്ളൂ. എന്താ പറയുക, 4x4 വണ്ടി കയറുന്നിടത്താണ് ഇവിടെ 2x2 ജീപ്പും കൊണ്ട് ഒരു കയറ്റി പടക്കണ പടാന്ന് പറയുന്നത്. അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലും സൂപ്പറായിരിക്കും എന്നാണ് ജീപ്പ് ഡ്രൈവറും അവർ മറ്റുള്ളവരൊക്കെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഒരു വട്ടം കൂടിയൊക്കെ മഴയൊക്കെ ഉള്ള സമയത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിവേ നമ്മൾ എന്താ പറയുക, തിരിച്ചിറങ്ങുകയാണ്. നമുക്ക് നേരെ റൂമിലെത്തി ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തൊന്ന് ഫ്രഷായി തിരിച്ച് നമുക്കിനി 3 മണിക്കാണ് അമ്പലം നട തുറക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വേളയിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് തൊഴാം. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. എനിവേ അങ്ങനെ ഒന്ന് ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ കൃത്യസമയത്ത് തന്നെ 3 മണിക്ക് അമ്പലത്തിലെത്തി. വലിയ തിരക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ദർശനം ചെയ്യാൻ സാധിച്ചു.
അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങി. നമ്മൾ ഈ ഒരു ട്രിപ്പിൽ വന്ന നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. രാത്രി 8 മണിക്കാണ് നമുക്ക് തിരിച്ചുള്ള വണ്ടിയുള്ളത്. നമ്മൾ രാവിലെ വന്ന ഒരു മിന്നൽ KSRTC തന്നെയാണ്. അത് ഇവിടെ രാവിലെ തൊട്ട് ഹോൾട്ടാണ്. നമ്മൾ വന്നത് KSRTCയിലാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രെയിനും ഓപ്ഷനാണ്. ട്രെയിനാകുമ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് 30 കിലോമീറ്റർ അപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമുക്കാകുമ്പോൾ ഇത് KSRTC ആകുമ്പോൾ നേരെ മുന്നിൽ വന്ന് ഇറങ്ങാമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ KSRTC സെലക്ട് ചെയ്തത്. പക്ഷേ ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കുറച്ചും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് അപ്പുറത്താണ് ഇറങ്ങാൻ പറ്റുകയെന്ന് മാത്രം. അങ്ങനെ എന്താ പറയുക, വൈകുന്നേരമായി നമ്മൾ അവിടുന്ന് തന്നെ ഫുഡൊക്കെ അടിച്ച് നേരെ വീണ്ടും നമ്മൾ വന്ന ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വിടുകയാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്താ പറയുക, ഒറ്റ ദിവസത്തെ ട്രിപ്പായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് പൊളിച്ചു. നല്ല രീതിയിൽ കൃത്യമായി നമുക്ക് പോയി വരാനായിട്ട് സാധിച്ചു. ഇതുപോലുള്ള മറ്റ് പുതുപുത്തൻ കണ്ടന്റുകളുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. സ്മീ ഷബിർനാഥ് മള്ളി സൈനിങ് ഔട്ട്. ടാറ്റ ബൈ ബൈ.